മാർക്കറ്റിലും പരസ്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ യൂട്യൂബ് തുറന്നു നോക്കിയാലും പലരും ഞാൻ ഇതടിച്ചിട്ടാണ് ഗൈസ് എൻ്റെ മുടി ഇങ്ങനെ വന്നത്, അങ്ങനെ വന്നതെന്നെല്ലാം പറഞ്ഞിട്ട് പല ബ്യൂട്ടി ബ്ലോഗേഴ്സും ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹെയറിനെ കുറിച്ചാണ്. ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെയർ കെയറിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ. ഈ കമന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഹെയർ കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, നിങ്ങളെ പോലെ തന്നെ ഞാനും നല്ല രീതിയിൽ ഹെയർ ഫാള് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് ഹെയർ കെയർ വീഡിയോ ആണ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. എനിക്ക് ഹെയർ കെയർ പറഞ്ഞതാണെന്ന് അറിയത്തില്ല. ഞാൻ പ്രത്യേകിച്ച് ഹെയറിൻ്റെ അകത്ത് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ഹെയർ ട്രീറ്റ് ചെയ്യുന്നത്, ഹെയർ ഫാളിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്നൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത കുറച്ച് ട്രിക്സ് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ. ഞാൻ വിചാരിച്ച ലോങ് വീഡിയോ ആയിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്തേക്കാം, അത് ഷോർട്ട് ആയിട്ടാണ് ചെയ്തത്. പിന്നെ ബേസിക്കലി മുടി ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ഉള്ള പോലെ തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടി എനിക്ക് ഉള്ള കൂട്ടത്തിലാണ്. നേരത്തെ തൊട്ട് എന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും, എനിക്ക് ഭയങ്കര ഭയങ്കര ലെങ്ത് ആയിട്ട് ഭയങ്കര തിക്ക് ആയിട്ടുള്ള ഹെയർ പണ്ടോട്ടേ ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു +2 വെക്കേഷൻ ടൈമിൽ +2 എക്സാം കഴിഞ്ഞപ്പോഴത്തേനും എന്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് കൊഴിഞ്ഞു പോയിട്ട്, നല്ല രീതിയിൽ കൊഴിച്ചിൽ അനുഭവിച്ചിട്ട് നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയി. അതിനുശേഷം മുടിയുടെ തിക്നെസ് പഴയ പോലെ വന്നിട്ടില്ല. +2 വെക്കേഷൻ ടൈമിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ അനുഭവപ്പെട്ടു പറഞ്ഞല്ലോ. അതിനുശേഷം മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും പോയിട്ടില്ല, കുറച്ചായിട്ട് അങ്ങനെ ഉണ്ടായിന്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മുടി കൊഴിച്ചിൽ വരുന്നത് എന്നുള്ള കാര്യം അപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല. പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വരുന്നത് വരട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. അപ്പൊ റീസെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലിന്റെ ഭാഗമായിട്ട് പോയതല്ല, നല്ല രീതിയിൽ കൈവേദന, കാലുവേദന, മസിൽ പെയിൻ, അവിടെ വേദന ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത സമയത്ത് പറഞ്ഞു വിറ്റാമിൻ ഡി, കാൽഷ്യം ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേനും വിറ്റാമിൻ ഡി നല്ല രീതിയിൽ ഡെഫിഷ്യന്റ് ആയിരുന്നു, കാൽഷ്യം ഡെഫിഷ്യന്റ് ആയിരുന്നു. അങ്ങനെ പല നമ്മുടെ ശരീരത്തിലെ പല മിനറൽസും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബി വിറ്റാമിൻസ്, വിറ്റാമിൻ സി, ഫോളിക് ആസിഡ്, സെലീനിയം, സിങ്ക്, അയൺ, അങ്ങനെ പല ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ അതിതീവ്രമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഡെഫിഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ മുടി കൊഴിച്ചിൽ കുറക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വിറ്റാമിൻ ഡി ഡെഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടായിന്. ഹീറ്റിംഗ് ടൂൾസ് ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല മുടീൻ്റെ അകത്ത്. ഇപ്പൊ ചില ആൾക്കാർ സ്ട്രെയിറ്റ് ചെയ്യും, കേൾ ചെയ്യും, പിന്നെ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് മറ്റെന്താ സാധനത്തിന്റെ പേര്, ബ്ലോ ഡ്രൈ. ഈ ബ്ലോ ഡ്രൈയും ഈ വക ഐറ്റംസ് ഒന്നും ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, കേളർ ഉണ്ട്. ഞാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിച്ചാണ്. ബ്ലോ ഡ്രൈ ഉണ്ട്, കേളർ ഉണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ 3-4 പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ഡെയിലി ബേസിസ് ചെയ്യാണ്ട് വല്ലപ്പോഴും ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനും അങ്ങനെയൊന്നും ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ പറയാനാണെങ്കിൽ ഡെയിലി ബേസിസിൽ തല കുളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീക്ക്ലി ട്രൈസ് ആണ്, വീക്ക്ലി 3 പ്രാവശ്യം ഞാൻ തല കുളിക്കും. ഓയിൽ സാധാരണ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ കോക്കനട്ട് ഓയിൽ അത് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പാരച്യൂട്ടിന്റെ ബ്ലൂ കളർ ബോട്ടിൽ ഉണ്ടല്ലോ, നോർമൽ കോക്കനട്ട് ഓയിൽ അത് യൂസ് ചെയ്യും. പിന്നെ ഷാമ്പു വാഷ് വീക്ക്ലി വൺസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് ഷാമ്പൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തലവേദന, മൈഗ്രെയിൻ വരാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഞാൻ അതും അവോയ്ഡ് ചെയ്യാറാണ്. കണ്ടീഷണർ അപ്ലൈ ചെയ്യാറേ ഇല്ല. ബാക്കി നമ്മൾ കെയർ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മുടി. ഇപ്പം ഞാൻ ഡെയിലി സ്കൂട്ടി റൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഞാൻ ബേസിക്കലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പോൾ സ്കൂട്ടി ഓടിച്ചിട്ടാണ് ഞാൻ ഹോം വിസിറ്റ് ആയിട്ടാണ് എല്ലാ കേസസും ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി രാവിലെ തൊട്ട് രാത്രി വരെ വെളിയിൽ തന്നെ ആയിരിക്കും, വീടിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും, വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ മുടി പോണിടെയിലോ അല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചിടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്തായാലും നിങ്ങൾ മുടി മെടഞ്ഞിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു ദിവസം നിങ്ങൾ മുടി അഴിച്ചിട്ടിട്ടോ പോണിടെയിൽ കെട്ടിട്ടോ പോയിട്ടുണ്ടെങ്കിൽ മോൾ ഭാഗത്തും എല്ലായിടത്തും ഫുള്ള് ജടയായിരിക്കും. പിന്നെ അത് ഇളക്കി കളയാന്ന് പറഞ്ഞ ഒരു ടാസ്ക്കാണ് ഗൈസ്, ടാസ്ക്. അതിൻ്റെ ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് കുറേ മുടി ലോസാവും. അപ്പം അങ്ങനെ മുടി എപ്പോഴും മെടഞ്ഞിടാൻ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും മുടി മെടഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഭക്ഷണം, ഫ്രൂട്ട്സ്, ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാണുന്ന പരസ്യത്തിലൊക്കെ കുറേ ഐറ്റംസ് കാണിക്കും, നിങ്ങൾ ഇത് തേക്കൂ നിങ്ങളുടെ മുടി പനങ്കല പോലെ വളർത്തും, അങ്ങനെ പല പരസ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റിലും പരസ്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ യൂട്യൂബ് തുറന്നു നോക്കിയാലും പലരും ഞാൻ ഇതടിച്ചിട്ടാണ് ഗൈസ് എൻ്റെ മുടി ഇങ്ങനെ വന്നത്, അങ്ങനെ വന്നതെന്നെല്ലാം പറ്റും പല ബ്യൂട്ടി ബ്ലോഗേഴ്സും പലതും
മുടിയുടെ കേസിൽ മാത്രമല്ല ഫേസിന്റെ കാര്യത്തിലും പല പല കാര്യങ്ങളും പറയുന്നത് കേൾക്കാം. അതൊന്നും നമ്മൾ വാങ്ങാൻ നിൽക്കരുത്. മുടി വളരാൻ വേണ്ടിയിട്ട് പല പല ഐറ്റംസ് യൂസ് ചെയ്യാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ ആ ഒരു വഴിക്ക് പോവുക. കുറേ ആൾക്കാര് ഈ നമ്മുടെ നാച്ചുറൽ ഹെയറിന് ബോട്ടോക്സിന് അങ്ങനെ ഇങ്ങനെ പല പല ബോട്ടോക്സ്, സ്ട്രെയിറ്റനിങ്, പെർമിങ് അങ്ങനെ പല പല കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്സിന് വിധേയമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് ദൈവം ഹെയർ തന്നിട്ടുള്ളത് അതിനെ അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ അതുപോലെ ട്രീറ്റ് ചെയ്ത് ഇപ്പൊ ചില ആൾക്കാർക്ക് കേളി ഹെയർ ഇഷ്ടമല്ലാത്തവരുണ്ട്. ഇഷ്ടമല്ലാത്തവരെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ കേളി ഹെയർ ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വേവി ഹെയർ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആണ്. സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. അപ്പം എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഇതിനെ എങ്ങനെയാണോ പരിചരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഹെയർ നമുക്ക് തിരിച്ചും ഇത് തരും. നമ്മൾ കണ്ടമാനം ട്രീറ്റ്മെന്റ്സും അതും ഇതും ചെയ്തിട്ട് ഇതിനെ നോക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊഴിഞ്ഞ് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരം മാറ്റാൻ വേണ്ടി. താരം മാറ്റാന്ന് വെച്ചാൽ നമുക്കങ്ങനെ നമ്മുടെ ഗട്ട് ഹെൽത്തും കൂടി മാറ്ററാണ് താരം വരുന്നതിൽ. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ ഗട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ താരം അമിതമായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെറുതായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാട്ടെ. അപ്പം താളിയൊക്കെ ആക്കിയിട്ട് തല കുളിക്കുക, പിന്നെ വേപ്പിന്റെ വെള്ളത്തിൽ തല കുളിക്കുക. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടു. ആ ടിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നാച്ചുറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിൽ എനിക്ക് അത്ര പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. കെമിക്കൽസ് വാരി തേക്കാണ്ടിരിക്കുക. എന്ത് പോക്കാനാണെങ്കിലും കെമിക്കൽസ് വാരി തേക്കാണ്ടിരിക്കുക. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് എൻ്റെ സത്യസന്ധമായിട്ടുള്ള ഹെയർ ജേണി മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. കെയർ വീഡിയോ ഇത്ര തന്നെയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും അധികമായിട്ട് എനിക്ക് പറയാനില്ല. പിന്നെ പിന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഹെയറിൽ ഇവിടെയൊക്കെ കളർ ഉണ്ടല്ലോ എന്ന്. ഗൈസ് റീസെൻ്റ്ലി ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനൊരു 2 years ബാക്ക് ഇത് പാർലറിൽ പോയിട്ട് ചെയ്തതൊന്നുമല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഹെയർ കെയർ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.